Hi friends, welcome to I Choose Kitchen. ഇന്ന് ഞാൻ ചിക്കൻ ബ്രെഡ് ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ബ്രെഡ് ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, മല്ലിയില, ഓയിൽ. ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. മീഡിയം സൈസ് വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഉടച്ചെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വലിപ്പമുള്ള 2 സവാളയാണ് ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ശരിയാക്കിയെടുക്കാം. ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ നമുക്ക് മുറിച്ച് മാറ്റണം. ഇനി നമുക്ക് ചിക്കൻ ബ്രെഡ് ബോണ്ട തയ്യാറാക്കാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കണം. എന്നിട്ട് ആ വെള്ളത്തിൽ ഓരോ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് മുക്കിയിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായി പരത്തിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് വെക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊരു ബോൾ പോലെ ആക്കാം. ഇതുപോലെ ബോളാക്കി എടുക്കാം. ഇനി ഇത് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ സ്ലൈസ് വെള്ളത്തിൽ മുക്കിയിട്ട് കൈകൊണ്ട് നന്നായി അമർത്തി ഇതുപോലെ പരത്തണം. എന്നിട്ട് ചിക്കൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ഇത് മടക്കിയിട്ട് ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം. ഇനി ഈ ബോള് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കണം. നമുക്കിതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. ഇപ്പം എല്ലാതും ഞാനിതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് എല്ലാ സൈഡും വേവണ തരത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബ്രെഡ് ബോണ്ട തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം. ഇതൊരു നല്ലൊരു അടിപൊളി സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.